അപ്പോൾ നമ്മൾ ഇന്നവിടെ വണ്ടിയുടെ ടയർ മാറ്റം വന്നിരിക്കുകയാണ്. രണ്ട് വണ്ടിയുണ്ട്. ഫാദിൻ്റെ വണ്ടിയുടെ ടയറാണ് മാറാൻ വന്നിരിക്കുന്നത്. ഏത് ടയറാണ് ഇടുന്നത്? ഈ വണ്ടിയുടെ ബാക്ക് ടയർ മാറാൻ, ബട്ട് നമ്മൾ മാറുന്നില്ല. ബിക്കോസ് പൊടിച്ച് എഞ്ചിൻ പണി കുറേ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്ക് ടയർ മാറാല്ലേ. സൈലൻസർ ഇപ്പോൾ ഫിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ടയേഴ്സിലാണ് വന്നിരിക്കുന്നത്. കമ്പനി പടി കിടക്കണയാണ് നമ്മുടെ വണ്ടി. ടയറൊന്നുമില്ല. ടയർ ഇതാണ് ടയർ. ടയർ നമ്പേഴ്സ് ടയർ കയറിയില്ല. ചെറിയ ടയറാട്ടോ. വലിയ ടയറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് പണി വൻ്റെ സാധനമൊക്കെ പറഞ്ഞു പോകും. അതായത് നമ്മൾ സൈസ് കുറച്ച് കൂടിയ ടയർ ഇട്ടു. അതും MRFൻ്റെ ഫുള്ളും പോയി. കണ്ടോ, ഫുള്ളും പോയി. ഒട്ടും ഓടിയില്ല അല്ലേ. 5.5 മാസം. ടയർ കാറ്റ് എത്തിയിരിക്കുന്നു. ഓക്കെ ഗൈസ്, ടയർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ 12 ടയർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ക്യാമറ ചെറുതായിട്ട് മാറ്റി. ഫോൺ ചത്തു, ചാർജില്ല. അന്ന് മുമ്പ്. ഓക്കെ, ദേ പുതിയ ടയർ. പേ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പൈസ കിട്ടിയിട്ടില്ല. ഓക്കെ ഗൈസ്, അത് വണ്ടി ഇറങ്ങി. ലൈനായിട്ട് 3 വണ്ടി ഇരിക്കുന്നുണ്ട്. പ്രഷർ വാഷർ മുകളിലാണ്. ഇനി മുകളിൽ പോയി എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞ വണ്ടി ആദ്യമായിട്ട് വെള്ളം കണ്ടിരിക്കുന്നു. ഇതിപ്പോൾ വണ്ടി കഴിഞ്ഞു. അതിന് വണ്ടിയായിരിക്കുന്നു. അപ്പോൾ ഇതിന് റിൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്റ്റോക്ക് സൈലൻസർ കിടക്കണം. സ്റ്റോക്ക് സൈലൻസർ നമ്മളിപ്പോൾ ഊരി കുറേ നേരം ഊരിയതാണ്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ
കഴിഞ്ഞു. ഓ ഇപ്പോൾ കാല് പൊള്ളി പോയാണ്, ഞാൻ ചൂടാണ്. അപ്പോൾ ഇതാണ് പുതിയ ടയർ. അവൻ ടയർ കഴിയില്ല, മന്ദബുദ്ധി. വണ്ടി ഇത് വലുതായിട്ട് കഴിക്കില്ല, ചെറുതായിട്ട് നമുക്ക് കഴിയുള്ളൂ. ചുമ്മാ ഓടിച്ചിട്ട് കഴിക്കുക. കുഴപ്പമില്ല, റീപെയിൻറ്റ് ചെയ്യാനുള്ള. ഗൈസ് അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞാൽ പകതയായിരിക്കും. ഇവൻ ഒരു പണിയും ചെയ്യാത്തവനാ, തിന്നാൻ പോയേക്കോ പന്നി. സിനിമ ടി വിയിൽ ഷോർട്സ് കണ്ടിരുന്ന ഒരുത്തൻ എന്നാ ബോധം ഉണ്ടോ അവന്, മന്ദബുദ്ധിയൊക്കെ. ടി വിയിൽ ഷോർട്സ് കണ്ടോണ്ടിരിക്കുന്നു ഗൈസ്. ചാവ്